ഇതുപോലൊരു തോട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലേ സുഖമായിട്ട് നമുക്ക് പല ഐറ്റംസും പറിച്ചെടുക്കാം. കഴിഞ്ഞ ഒരു ചാമ്പക്കയുടെ വീഡിയോ ഇട്ടപ്പോഴേ പലരും ഈ ഒരു തോട്ടിയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു കട്ടിയുറഞ്ഞ പൈപ്പും ഏതെങ്കിലും ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ തോട്ടി ഉണ്ടാക്കാം. അടുത്തുള്ള സാധനങ്ങൾ നമുക്ക് കയ്യെത്തി പറിക്കായിരിക്കും, പക്ഷെ നിറച്ചു വിഷറാണെങ്കിൽ എന്തോ ചെയ്യും? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ ഈ ഒരു തോട്ടി ഉപകാരപ്പെടും. ഈ ഒരു കുപ്പി വെച്ചിട്ട് നമുക്കിപ്പോൾ ചാമ്പയ്ക്ക, പേരയ്ക്ക, കോവയ്ക്ക ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പറിക്കാൻ പറ്റും. ഇനി കുപ്പി വലുതാക്കി കൊടുക്കുന്നതോറും നമുക്ക് മാങ്ങ പോലത്തെ ഐറ്റംസ് ഒക്കെ പറിച്ചെടുക്കാം. നമ്മൾ ഈ തോട്ടി ഉണ്ടാക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വിഷറാണ്. ഫുള്ള് വിഷറാണ് നമ്മുടെ ഈ ഒരു ചാമ്പമരത്തേൽ. കൈ എത്തുന്നിടത്ത് നിൽക്കുന്നത് പോലും നമുക്ക് പറിക്കാൻ പറ്റത്തില്ല, അതുപോലെ വിഷറാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നിറച്ചും കൂട് വെച്ചിട്ടുണ്ട്. ഈ വർഷം നമുക്ക് ഒരുപാട് ചാമ്പയ്ക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫുള്ളും പുഴുവായിപ്പോയി. ഈ ചാമ്പയ്ക്കയുടെ പേര് ശരിക്കും റോസാപ്പിൾ എന്നല്ല കേട്ടോ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസാപ്പിൾ ആണെന്ന്. അതും ഞാനൊരു വീഡിയോ കണ്ടിട്ട് പറഞ്ഞാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പേര് തായ്ലൻഡ് വാട്ടർ ആപ്പിൾ എന്നാണ്. അതും ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പേര് അങ്ങനെയാണെന്ന്. ഈ ഒരു തോട്ടി ഉണ്ടാക്കിയപ്പോഴേ അമ്പുടൂന് എന്തോ ഒരു കളിപ്പാട്ടം കിട്ടിയ സന്തോഷമാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഈ ചാമ്പ് ഫുള്ള് ചാമ്പയ്ക്കായിരുന്നു. ഇപ്പം എന്തായാലും കുറഞ്ഞു വരുന്നുണ്ട്, എല്ലാം പൊഴിഞ്ഞു പോവാണ്. പിന്നെ പുഴുവാണ്, കടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഫുള്ള് പുഴുവാണ്. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേരൊക്കെ കമൻറ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ പുഴു കയറാതിരിക്കാൻ എന്ത് ചെയ്യുമെന്ന്. അതേപോലെ തന്നെ സംശയത്തിലാണ് ഞാനും. അപ്പോൾ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ചാമ്പയ്ക്കൊക്കെ തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വീട്ടിൽ റീഡിങ് നോക്കാൻ ആൾ വന്നത്. അങ്ങനെ 2 മാസം കൊണ്ട് കാത്തിരുന്ന നമ്മുടെ കറണ്ട് ചാർജ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു.